പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഒരു പ്രഭു തന്റെ ഭൃത്യന്മാരെ വിളിച്ച് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 10, 5, 1 ഇങ്ങനെ നാണയങ്ങൾ 3 പേർക്കായിട്ട് നൽകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10 കിട്ടിയവൻ 10 കൂടെ സ്വന്തമാക്കി. അവന് കൂടുതൽ കിട്ടിയപ്പോൾ കൂടുതലായിട്ട് അവൻ അതിനെ പരിപോഷിപ്പിച്ചു. 5 കിട്ടിയവൻ തത്തുല്യമായി ക്രമാനുഗതമായി 5 കൂടെ നേടി. 1 കിട്ടിയവൻ ചിന്തിച്ചത് എനിക്കിതല്ലേ കിട്ടിയുള്ളൂ, എന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഈ പ്രഭുവിനോടുള്ള തന്റെ പരാതി കൊണ്ടാകാം, നീരസം കൊണ്ടാകാം, അവൻ ഒന്നും ചെയ്ത് അത് കുഴിച്ചിട്ട് പ്രഭു വന്നപ്പോ അതേപടി എടുത്ത് തിരിച്ചു കൊടുത്തു. ഇവിടെ വലിയത് കിട്ടിയിട്ട് അവർ വലിയ കാര്യങ്ങൾ ചെയ്തു. ചെറിയത് കിട്ടിയവൻ വിചാരിച്ചു എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ. അവൻ സങ്കടത്തിൽ, നിരാശയിൽ, അലസതയിൽ, മടിയിൽ അവൻ അതിനെ പരിപോഷിപ്പിച്ചില്ല. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ കാര്യങ്ങളോട് പോലും നമ്മളെ വിശ്വസ്തരായിരിക്കുക. 1 കിട്ടിയവൻ അതിനോട് വിശ്വസ്തത പുലർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ അടുത്ത തവണ 10-ലധികം കിട്ടിയത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചെറുതോ വലുതോ എന്തുമാകട്ടെ, നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതിനോട്, ഇപ്പോൾ ഉള്ളതിനോട് വിശ്വസ്തത പുലർത്തുവാൻ, നമുക്കിപ്പോൾ ആയിരിക്കുന്നതിനോട് തൃപ്തിയുള്ളവരായി മാറുവാൻ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, കുടുംബ ബന്ധങ്ങളിലാകട്ടെ, നമുക്ക് ലഭിച്ചതിനോട് തൃപ്തിയുള്ളവരാകാൻ, അലസത കൈവിടിയുവാൻ, മടി കൈവിടിയുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതിനോട് വിശ്വസ്തരായിരുന്നുകൊണ്ട് സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക